ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. മാർക്കറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. അതായത് 811 എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഇതൊരു ക്രൂഷ്യൽ സപ്പോർട്ടായിരിക്കും. എന്നാൽ ഈ ക്രൂഷ്യൽ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും 866 എന്ന് പറയുന്ന ലെവലിൽ അതിനൊരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 866 മുകളിൽ പോയാൽ മാത്രമേ മാർക്കറ്റിന് അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 866 എന്ന് പറയുന്ന ലെവലിൽ റെസിസ്റ്റൻസ് എടുക്കാനാണ് സാധ്യത. അപ്പോൾ 866 മുകളിൽ മാർക്കറ്റിന് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാർക്കറ്റിന് വീക്കായിട്ട് തന്നെ വേണം കരുതാൻ. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് 811 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എങ്കിൽ there can be a fall to 769. 769 ശേഷം 769 ബ്രേക്ക് ആവുകയാണ് എങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 645 ആണ്. 645 ഒരു ഷോർട്ട് ടേം സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുക. ഷോർട്ട് ടേം സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് 811 നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ 866 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു റെസിസ്റ്റൻസ്, അവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് എടുത്ത് ഈ 811 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ എഗെയിൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡൗൺവേർഡ് തന്നെയാവും. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് പ്ലേസ് ആണ് 22,003. ഈ ലെവലിൽ മാർക്കറ്റ് ടഫ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 46,488 ആണ്. ഈ ലെവലിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയാൽ മാത്രമേ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഈ ലെവല് ക്രോസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ചാനൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി 46,488 മുകളിൽ ബ്രേക്ക് ആവുകയാണെങ്കിലാണ് ശരിക്കും എന്തെങ്കിലും ഒരു അപ് ട്രെൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ സാധ്യമാകുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ താങ്ങി നിർത്തുന്ന രണ്ട് ക്രൂഷ്യൽ സപ്പോർട്ട്സ് ആണ് 46,356 അതുപോലെ 252. 252 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരാൻ സാധ്യത. അപ്പോൾ ഈ രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്ഡേറ്റ്. ഫോർ ദ ടൈം ബീയിങ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഈ ലെവൽസിൻ്റെ ഇതെല്ലാം റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കാനുമാണ് സാധ്യതയുള്ളത്. അതായത് 488 അടുത്ത് വരെ വരാൻ സാധ്യതയുണ്ട്. വന്നതിന് ശേഷം വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. എന്നാൽ 15 മിനിറ്റ്സിലെങ്കിലും ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് അപ് ട്രെൻഡ് സ്റ്റാർട്ട് ആവും. ഫസ്റ്റ് 15 മിനിറ്റ്സിന് ശേഷം അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.